പിന്നെ ഒരു 4 മണി പലഹാരമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് റവ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല സൂപ്പർ ക്രിസ്പി ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതേ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് എന്ന് വെച്ചാൽ ഞാൻ 1 ഗ്ലാസ് റവയാണ് എടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം. ആ വെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ ക്യാരറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തൊരു കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. നമ്മുടെ കയ്യിൽ എന്ത് വെജിറ്റബിളാണോ അവൈലബിൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതേ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മുടെ റവ അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. റവ ഒന്ന് മിക്സാക്കി നമ്മൾ ഉപ്പുമാവിൻ്റെ പരുവന്നെ അതൊന്ന് ആക്കിയെടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. അടച്ചു വെച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ റവ കിട്ടും. അപ്പോൾ അത് നല്ല കുറച്ച് നേരം ഒന്ന് അടച്ചേക്കുക. ഒരു 80% ചൂടാറി കഴിഞ്ഞാൽ നമുക്കത് എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊട്ടാറ്റോ മിക്സ് ചെയ്യാം. അതായത് ഞാനിപ്പോൾ 1 ഗ്ലാസ് റവയല്ല എടുത്തത്. അപ്പോൾ അതേപോലെ ഒരു കുഞ്ഞ് ഉരുളക്കിഴങ്ങും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്കത് നന്നായി ഉടച്ചിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിയും കുഴച്ചെടുക്കില്ലേ, അതേമാതിരി കുഴച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ഞാനൊരു സ്പൂണ് കോൺഫ്ലവറും കൂടിയും ചേർത്തേ. അപ്പോൾ അത് നന്നായി കുഴച്ചതിന് ശേഷം നമ്മളിത് പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിന് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഉഴുന്നുവടയുടെ ഷേപ്പിലോ ഹാർട്ടിൻ്റെ ഷേപ്പിലോ കുഞ്ഞു ബോൾസ് ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ഒന്നുകിൽ ആക്കിയെടുക്കണം. എന്ത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കത് ആക്കിയെടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിലിട്ട് കോരിയെടുക്കുന്നത് പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. കാരണം നമുക്ക് ഓൾറെഡി നമ്മളിതെല്ലാം വേവിച്ചെടുത്തുള്ള ഇതാണ് പൊട്ടറ്റോ ആയാലും റവ ആയാലും ഇതൊന്ന് ക്രിസ്പി ആക്കി എടുത്താൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. എളുപ്പത്തിൽ റെഡിയാക്കാനും പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.